പേർഷ്യൻ സാമ്രാജ്യത്തിൽ നിന്നും ഒരു ഡെലിവറിക്കായി പുറപ്പെടുകയാണ്. സമയം 9:19. പുത്തൻകുരിശ് മോനപ്പള്ളി അപ്പുറമാണ് ബിഷപ്പിന്റെ വിളി. എനിക്കെന്തിന്റെ കേടാണ്? ഈ രാത്രിയിൽ പൊതുസമൂഹം എന്തോ കൂതറ ജോലിയെന്ന മട്ടിൽ വിചാരിക്കുന്ന, പൊതുസമൂഹം മാത്രമല്ല, എവിടെയൊക്കെ ഇരുന്ന് ഭക്ഷണപാനീയങ്ങൾ സ്വന്തം വീട്ടിലെത്തിക്കുന്ന മഹാത്മാക്കളും മിക്കവാറും ഇങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത്. അതെ, ഈ കൂതറ പണി നിർത്തി വീട്ടിലെങ്ങാനും കുത്തിയിരിക്കരുതോ മകനെ എന്നൊക്കെ ഇടയ്ക്ക് സ്വയം ചോദിക്കാറുണ്ട്. അതിനുള്ള മറുപടി അടുത്ത കാലത്ത് അമേരിക്കയിൽ നിന്നും കിട്ടി. എന്റെ ഒരു ചാർച്ചക്കാരി, ഒരടുത്ത ബന്ധു എന്ന് വെച്ചാൽ എന്റെ കീഴെയുള്ള ഇളയ പെങ്ങൾ, ഞാൻ ഈ ജോലി ചെയ്യുന്നു എന്നറിഞ്ഞപ്പോൾ ചോദിക്കുകയാണ്, അതിനെന്താ, ഈ ജോലി ചെയ്യാനും ആളുകൾ വേണ്ടേ എന്ന്. അതെ, അതാണ് കാര്യം. എല്ലാവരും പന്തിയിലിരുന്നാൽ ആര് വിളമ്പും? ശരീരം മുഴുവൻ കണ്ണാണെങ്കിൽ എങ്ങനെ കേൾക്കും? ഇവിടുത്തെ പൊതുസമൂഹത്തിന്റെ വീക്ഷണകോൺ മാറേണ്ടിയിരിക്കുന്നു. അൽ ടാമാർ എന്നു പേരുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ് കടകൾ ധാരാളമായിട്ടുണ്ട്. കാഴ്ചയ്ക്ക് നല്ല ഭംഗിയാണ്. രാത്രിയിൽ വൻ ദീപാലങ്കാരവും. കസ്റ്റമേഴ്സിനെ അധികം കാണാറില്ല. വില കൂടുതൽ കൊണ്ടായിരിക്കും. ഡ്രൈ ഫ്രൂട്ട്സിനൊക്കെ എന്താ വില? കാവുംതാഴത്തിൽ നിന്നും വണ്ടിപ്പേട്ട റോഡിലേക്ക് കയറുകയാണ്. പഴയ കാലത്തും ഈ ഫുഡ് ഡെലിവറിയൊക്കെ കാണുമായിരുന്നിരിക്കും, കുതിരപ്പുറത്തും കഴുതപ്പുറത്തും ഒക്കെ. ഇപ്പൊ പിന്നെ യന്ത്രക്കുതിര ആയതുകൊണ്ട് പെട്ടെന്നങ്ങ് കൊണ്ട് കൊടുക്കാം. പുല്ലും വെള്ളവും ഒന്നും കൊടുക്കണ്ട, ക്ഷീണിക്കത്തുമില്ല. ഏത് ആഡംബരങ്ങൾ എന്നും ഹൈ ക്ലാസ് പീപ്പിളിനുള്ളതാണല്ലോ. പഴയ കാലത്ത് ഫുഡ് ഡെലിവറി ഉണ്ടായിരുന്നെങ്കിൽ അത് ഹൈ ക്ലാസിന് വേണ്ടി ആയിരുന്നിരിക്കും. ലോ ക്ലാസ്സിന് കഞ്ഞി മാത്രം, അതും കുമ്പിളി. കാലം വല്ലാതെ മാറി കേട്ടോ. ഇന്ന് ഏത് ക്ലാസ്സിനും വീട്ടിലിരുന്ന് ഇഷ്ടമുള്ള ഫുഡ് ഓർഡർ ചെയ്യാം. ആപ്പുകൾക്ക് ജാതി മതം നഹി. ഡെലിവറി പാർട്ട്നേഴ്സ് അധികം പേരും ടിപ്പ് കിട്ടാൻ ആഗ്രഹിക്കുന്നവരാണ്. കാരണം ഡെലിവറി ചെയ്താൽ കിട്ടുന്നത് വളരെ കുറച്ച് തുകയാണ്. പക്ഷെ കസ്റ്റമറുടെ ഭാഗത്ത് നിന്നും ചിന്തിക്കുമ്പോൾ ടിപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടെന്നാൽ അവർ കൂടുതൽ കാശ് കൊടുത്താണ് ഫുഡ് വാങ്ങിക്കുന്നത്. ഹോട്ടലിൽ പോയി വാങ്ങിച്ചാൽ 100 രൂപയാകുന്ന ഒരു സാധനത്തിന് വീട്ടിലെത്തുമ്പോൾ 150 രൂപയാണ്. ആ രീതി. ഡെലിവറി ചാർജ്, GST എല്ലാം വരും. അടുത്ത കാലത്ത് GST കൂട്ടുകയും ചെയ്തു. എന്നിട്ടും ടിപ്പ് തരാൻ മനസ്സ് കാണിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. അവരെല്ലാം നീണാൾ വാഴട്ടെ.
ദാ നിൽക്കുന്നു നമ്മുടെ കസ്റ്റമർ മുതലാളി. ഏതോ ഓയില് കൂടിയ ഐറ്റം ഉണ്ട്, അതുകൊണ്ട് പുറത്തെ കൂട് കുറച്ച് നനഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ഡെലിവറി ചെയ്തപ്പോൾ സമയം 9:32. മെയിൻ റോഡിൽ നിന്നും കുറെ ഉള്ളിലേക്ക് പോന്നിട്ടുണ്ട്, തിരികെ മെയിൻ റോഡിലേക്ക്. നമുക്ക് വീണ്ടും ടിപ്പിലേക്ക് വരാം. എന്തിനാണ് ടിപ്പ് കൊടുക്കുന്നത്? നല്ല സേവനം നൽകിയതിന് എന്ന് ചിലർ പറയും. ശരി തന്നെ. എന്നാൽ ഇതൊരു തരം CSR ഫണ്ടാണ്. മോർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ളവരുടെ, അല്ലെങ്കിൽ കൂടുതൽ ജീവിത സൗഭാഗ്യങ്ങൾ ലഭിച്ചിട്ടുള്ളവരുടെ ഒരു ഉത്തരവാദിത്തമാണ് അത്രയൊന്നും സൗഭാഗ്യങ്ങൾ ഇല്ലാത്തവരെ സഹായിക്കുക എന്നത്. പക്ഷെ എത്ര പേർ ഇത് മനസ്സിലാക്കുന്നു? മനുഷ്യർ പൊതുവെ സ്വാർത്ഥരാണല്ലോ. മെയിൻ റോഡിൽ, അതായത് നാഷണൽ ഹൈവേയിൽ എത്തി. ഇനിയും 1-2 ഓർഡറുകൾക്ക് സമയമുണ്ട്. വല്ല ഓർഡറും തടയുമോ എന്നറിയാൻ വേണ്ടി തിരികെ പോകുന്ന വഴി പേർഷ്യയിലേക്ക് ഒന്ന് എത്തി നോക്കി. പക്ഷേ ഓർഡർ വന്നത് റോസമ്മയുടെ വീട്ടിൽ നിന്നാണ്. അപ്പൊ നമുക്ക് റോസമ്മയുടെ വീട്ടിലേക്ക് പോവാം. യെസ്, റോസമ്മയുടെ വീടെത്തി. റോസമ്മയ്ക്ക് ബാറുണ്ട്, പിന്നെ റെസ്റ്റോറന്റും ഉണ്ട്. റോസമ്മയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഇവിടുത്തെ സ്റ്റെയർ കേസ് ആണ്. ഏതാണ്ട് 90 ഡിഗ്രിയിൽ അങ്ങനെ നിൽക്കും. പിടിച്ചിറങ്ങിയില്ലെങ്കിൽ മൂക്കും കുത്തി വീഴും. 2, അടുക്കളയിൽ ചെന്ന് ഓർഡർ എടുക്കണം. ഇടക്കാലത്ത് വേറൊരു പ്രത്യേകതയും ഉണ്ടായിരുന്നു. ഓർഡർ എന്താണെന്നും പറയണം, അപ്പോൾ അത് ഉണ്ടാക്കിത്തരും. അതുവരെ അവിടെ പോസ്റ്റിംഗ് ആണ്. ആകപ്പാടെ കോമഡി തന്നെ. സാരമില്ല, നമുക്ക് ആകപ്പാടെ ഉള്ള ഒരു റോസമ്മയല്ലേ. ശ്രമം തുടങ്ങി കേട്ടോ. ഉണ്ടാക്കാൻ പോവാണ്. ഉണ്ടാക്കി തീരുന്നിടം വരെ ഇവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കണം. അതാണ് പ്രശ്നം. ഓ, പെട്ടെന്നുണ്ടാക്കിയല്ലോ. ആഹാ, സന്തോഷമേ.
റോഡിലേക്ക് നല്ലൊരു ഇറക്കമാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ പിടി ഉറപ്പ്. ബാറിൽ നിന്ന് ഇറങ്ങി ചെല്ലുന്നത് കൊണ്ട് പിമ്പിരിയാണെന്ന് എല്ലാവരും കരുതിയുള്ളൂ. അപ്പോൾ ഡെലിവറി വാർത്തകളുമായി അടുത്ത ഭാഗത്ത് കാണാം. ഓക്കെ.